ഇതൊരു മരം കൊത്തിയുടെ കഥയാണ്. വെറും കഥയല്ല, ഒരു റിയൽ ലൈഫ് സ്റ്റോറി. പൂച്ചസാർ ആരെയോ നോട്ടമിട്ട് നിൽക്കുന്ന കാഴ്ച കണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. പുല്ലിൻ്റെ ഇടയിലുള്ള അനക്കം കണ്ടപ്പോൾ ഒരു പാമ്പാണെന്ന് വിചാരിച്ചെങ്കിലും പോയപ്പോൾ കണ്ടത് ഒരു വുഡ് പെക്കറിനെയാണ്. ഒരു ബേബി വുഡ് പെക്കർ. പരുന്തമാവനോ കാക്കമാമനോ കൊത്തി താഴെയിട്ടതാണെന്ന് തോന്നുന്നു. തീരെയും അവശനായ, പറക്കാനും നടക്കാനും കഴിയാത്ത ഒരു ബേബി മരം കൊത്തി. എൻ്റെ ആദ്യത്തെ ദൗത്യം പൂച്ചസാറിൻ്റെയെന്നും ഈഗിളിൻ്റെയെന്നുമൊക്കെ രക്ഷപ്പെടുത്തുക എന്നതായിരുന്നു. അതിനുശേഷം ഇതിൻ്റെ അമ്മയോ അച്ഛനോ വന്നാൽ കൊണ്ടുപൊക്കോട്ടെ എന്ന് കരുതി കുറേ നേരം അവിടെ വച്ചിരുന്നെങ്കിലും ഗുണമുണ്ടായില്ല. ഇഞ്ചുറിയോ ഫ്രാക്ചറോ ഉണ്ടോയെന്ന് അറിയാനായിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. പേടിക്കാനില്ലെന്നും കുറച്ച് ദിവസങ്ങളിൽ പറന്നു തുടങ്ങുമെന്നും ഡോക്ടർ പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിയ ഫുഡ് കഴിക്കാത്തത് കാരണം പേരയ്ക്കയും പഴവും പപ്പിത്തയും ഒക്കെയാണ് ട്രൈ ചെയ്തത്. ചെറിയ രീതിയിൽ കഴിക്കുകയും ചെയ്തു. ഫ്ലെഡ്ജിങ് പീരീഡ് ആയത് കാരണം പാരൻസിൻ്റെ ഫീഡ് അത്യാവശ്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെ പാരൻസിൻ്റെ അടുത്ത് എത്തിക്കുക എന്നതായിരുന്നു എൻ്റെ റോൾ. പക്ഷേ എൻ്റെ മുന്നിൽ 2 ചാലഞ്ചസ് ഉണ്ട്. ഒന്ന്, ഫ്ലെഡ്ജിങ് പീരീഡ് ആയത് കാരണം മദറിൻ്റെ ഫീഡ് ആവശ്യമാണ്. രണ്ടാമത്തത്, പാരൻസിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ ഈ ബേബി ഫ്ലൈ ചെയ്യണം. പിന്നെ ഇൻ്റർനെറ്റിൽ നിന്നും കിട്ടിയ വിവരമനുസരിച്ച് ഇതൊരു ബേബി ഗേളാണെന്നും അതുകൊണ്ട് ഇവളെ മുത്തുമണി എന്നും പേരിട്ടു.